ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2021 ഒരു കംബോഡിയൻ സൈഫൈ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ കർമാലിംഗ് എന്ന് പറഞ്ഞിട്ട് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇതുവരെ നിങ്ങൾ കണ്ടില്ലാത്ത രീതിയിലുള്ള ഒരു മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കൂട്ടത്തിലുള്ള ചിലർക്കെങ്കിലും ഈ ഒരു വിശ്വാസം ഉണ്ടാവും, നമുക്കൊരു പൂർവ്വജന്മം ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ നമ്മൾ പൂർവ്വജന്മത്തിലെ ഒരു രാജാവോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മൃഗമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഒരുപക്ഷെ ഒന്നോ അതിൽ കൂടുതലോ പൂർവ്വജന്മങ്ങൾ നമുക്കുണ്ടാവുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു മൂവിയിലെ ഹീറോ അവനും ഒരുപാട് പൂർവ്വജന്മങ്ങൾ ഉണ്ടായിരുന്നെന്ന് സ്വപ്നം കാണാൻ തുടങ്ങാണ്. അതുമല്ല, ആ ഒരു സ്വപ്നത്തില് അവൻ പ്രധാനമായിട്ടും കാണുന്നത് എന്താണെന്ന് വെച്ചാല് ഒരു ബുദ്ധന്റെ വിഗ്രഹം അവന് കിട്ടുന്നതായിട്ടും അത് എവിടേക്കോ കൊണ്ട് ഒളിപ്പിച്ചു വെക്കുന്നതായിട്ടാണ് അവൻ ആ ഒരു സ്വപ്നങ്ങളിലൂടെ കാണുന്നത്. അങ്ങനെ ഓരോ ജന്മങ്ങളിലും അവൻ ആ ഒരു ശില്പം പലയിടങ്ങളിലായിട്ട് ഒളിപ്പിച്ചു വെക്കുന്നത് പോലെ കാണുന്നു. ഇതിനുശേഷം അവന്റെ സ്വപ്നങ്ങളിലൂടെ ആ ഒരു വിഗ്രഹം അവൻ എങ്ങനെ കണ്ടുപിടിക്കുന്നു നമുക്കും ഒരുമിച്ച് തന്നെ കണ്ടു മനസ്സിലാകാം. അപ്പൊ ഈ ഒരു സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ അടുത്തുള്ള ഒരു ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വേറെ ഒന്നുമല്ല, നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ്. ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോകാം. ഈ ഒരു സ്റ്റോറിയുടെ തുടക്കത്തിലെ ഒരു വലിയ ആഡിറ്റോറിയത്തിന് നടുവിലായിട്ട് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വയറും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നടുവിലൊരു കസേരയിട്ട് ഒരാള് അതിലേക്ക് വന്നിരുന്ന അവന്റെ തലയിലേക്ക് അത് കണക്ട് ചെയ്യുന്നതും പെട്ടെന്ന് അവൻ മറ്റിടത്ത് പോകുന്നത് പോലെ എന്തൊക്കെയോ കാഴ്ചകൾ ഇങ്ങനെ കാണുന്നുണ്ട്. അതിൽ കാണുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് ഒരാള് കാടിനുള്ളിലൂടെ ഇങ്ങനെ നടന്നു വരുന്നു, അതും കാടിനകത്തുള്ള ഒരു അമ്പലത്തിനകത്തേക്ക്. അതുമല്ല, വെളിയിൽ ഒരു തീപ്പന്തം കത്തിച്ചിട്ട് അവൻ ആ ഒരു അമ്പലത്തിനകത്തേക്ക് നടന്നു പോവാണ്. ഉള്ളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഒരു ചെറിയ മെഴുകുതിരിയും കത്തിച്ചിട്ട് അതിനകത്തേക്ക് ചെല്ലുമ്പോൾ ഒരുപാട് ബുദ്ധന്റെ പ്രതിമകളുണ്ടല്ലോ, അത് മണ്ണിലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് നടുവിലായിട്ട് ഒരു സ്വർണ്ണ വിഗ്രഹമുണ്ട്. ആ ഒരു വിഗ്രഹം അവൻ എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഓടുകയാണ്. അങ്ങനെ ആ ഒരു വിഗ്രഹം എടുത്ത് അവൻ വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കാണ് അവിടെ നിന്നൊരു ബുദ്ധ സന്യാസി അവനെ കണ്ടതും, ഏയ് നിന്നെ ഞാൻ ആദ്യമായിട്ടല്ല കാണുന്നത്, നമ്മൾ തമ്മിലുള്ള ഈ ഒരു കാഴ്ച ഇത് അവസാനമായിരിക്കത്തില്ല എന്നിങ്ങനെ പറയുന്നതും അവൻ പെട്ടെന്ന് പേടിച്ചിട്ട് തന്നെ പിടിച്ചു എന്ന് വിചാരിച്ച് അവൻ അവിടെ നിന്ന് ഓടി ഒരു വലിയ തോട്ടമുണ്ട് അതിനകത്തേക്ക് കയറിയിട്ട് അവന്റെ കയ്യിലുള്ള ആ ഒരു വിഗ്രഹം ഉണ്ടല്ലോ അത് അവിടെ ഒരു കുഴിയെടുത്ത് അവിടേക്ക് കുഴിച്ചിടുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നതും ഉറങ്ങിക്കിടന്ന ഒരു പയ്യനെ അവന്റെ അമ്മ വിളിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. ഇവൻ വേറെ ആരുമല്ല, നമ്മുടെ ഈ മൂവിയിലെ ഹീറോ സാമ. നല്ലൊരു കംബോഡിയൻ പേരാണ്, നമുക്ക് എന്തായാലും എളുപ്പത്തിന് സാമ തന്നെ വിളിക്കാം. അപ്പൊ ഇത്രയും നേരം നമ്മൾ കണ്ട ആ ഒരു കാര്യം ഉണ്ടല്ലോ അത് സാമ് അവന്റെ സ്വപ്നത്തിൽ കണ്ടതാണ്. അതുമല്ല, ഉറങ്ങി എഴുന്നേറ്റ് ഉടനെ തന്നെ ആ ഒരു കാര്യം അവന്റെ ബുക്കിൽ വരച്ചും വെക്കുന്നു. അപ്പൊ സാം ആണെങ്കിലും കോഫിയെല്ലാം കുടിച്ചിട്ട് സ്കൂളിലേക്ക് പോകാനായിട്ട് റെഡി ആവുന്ന സമയത്ത് അവന്റെ മുത്തശ്ശിയുടെ തലയിൽ എന്തൊക്കെയോ വയറുകളെല്ലാം കണക്ട് ചെയ്തിട്ട് ഒരു ഫോറിൻ ഡോക്ടർ ഉണ്ട്, അവരുടെ പേര് സോഫി എന്നാണ്. അപ്പൊ ആ ഒരു ഡോക്ടർ ആണെങ്കിലും അവരുടെ തലയിൽ നിന്നുള്ള ആ ഒരു വയറുകളുണ്ടല്ലോ അതെല്ലാം അടുത്തുള്ള ഒരു ടാബിലേക്ക് കണക്ട് ചെയ്തിട്ട് എന്തൊക്കെയോ ഡേറ്റകൾ ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് സാറ എന്ന് പറഞ്ഞ് നമ്മുടെ ഈ മൂവിലെ ഹീറോയിനെ കാണിക്കുകയാണ്. സത്യം പറയാലോ, എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ സാറ എന്ന് വിളിക്കുന്നത്, യഥാർത്ഥ പേര് ഇതല്ല. അപ്പൊ സാറയും ഈ ഒരു നാട്ടിൽ തന്നെ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അതുപോലെ അവൾക്കാണെങ്കിൽ അച്ഛനും അമ്മയില്ല, ആകെയുള്ളതൊരു സഹോദരൻ മാത്രം. അതുപോലെ ഇവർ രണ്ടുപേരും ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അവളുടെ സഹോദരനാണെങ്കിൽ ജോലിക്കൊന്നും പോകാതെ എപ്പോഴും വീടിനകത്ത് തന്നെ കാണും, ചുറ്റി നടക്കും, ഇതൊക്കെയാണ് പരിപാടി. അതുകൊണ്ട് നമ്മുടെ സാറയാണ് ചെറിയ ചെറിയ ജോലികളെല്ലാം ചെയ്തിട്ട് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു പണമെല്ലാം എത്തിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാം ആണെങ്കിലും പെട്ടെന്ന് വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് അവന്റെ സുഹൃത്തുക്കളെ കണ്ടിട്ടാണ് പറയുന്നത്, എന്റെ കഴിഞ്ഞ ജന്മത്തെ പറ്റിയുള്ള കാര്യം ഞാൻ സ്വപ്നമായിട്ട് കണ്ടപ്പോൾ അതിൽ കണ്ടൊരു കാര്യമാണതേ ഞാൻ വരച്ചിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് അവൻ വരച്ച ആ ഒരു ബുദ്ധന്റെ ശില്പം ഉണ്ടല്ലോ അതിങ്ങനെ അവർക്ക് കാണിച്ചു കൊടുക്കാണ്. അങ്ങനെ സാം ആണെങ്കിൽ അവന്റെ സുഹൃത്തുക്കളോട് ഈ ഒരു കാര്യമെല്ലാം സംസാരിക്കുന്ന അതേ സമയം സാമിന്റെ അമ്മ പെട്ടെന്ന് അവിടേക്ക് വന്നിട്ട്, ഏയ് സാം, നമ്മൾ താമസിക്കുന്ന ഈ ഒരു സ്ഥലത്തെ പറ്റി സംസാരിക്കാനായിട്ട് ആരോ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്, എല്ലാവരും വാന്ന് പറഞ്ഞ് എല്ലാവരും കേൾക്കുമ്പോൾ തന്നെ അവരുടെ പുറകെ പോവുകയും ചെയ്യുന്നു. അതേസമയം ഇവർ താമസിക്കുന്നത് ഒരു സ്ലമ്മിലാണ്. ഈ പണക്കാരെല്ലാം മറ്റൊരു സ്ഥലത്ത്, പാവപ്പെട്ടവരെല്ലാം ഇതേപോലെ ഒരു സ്ലമ്മിനകത്തും. അതുപോലെ ഇപ്പോൾ എല്ലാവരും ഇവിടേക്ക് വിളിച്ചു വരുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലത്ത് കൂടെ ട്രെയിൻ പോകാനായിട്ടുള്ള സംവിധാനം വരാൻ പോവാണ്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ഇവിടെ നിന്ന് മാറണം, എല്ലാവർക്കും പണം തന്നിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഹീറോയുടെ അമ്മയാണെങ്കിൽ ഈ ഒരു കാര്യം ഒരിക്കലും സമ്മതിക്കത്തില്ല. കാരണം അവർക്കറിയാം ഇവിടെ വിട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് എന്തായാലും ജീവിക്കാൻ കഴിയത്തില്ലാന്ന്. അപ്പോൾ നമ്മുടെ സാമാണെങ്കിലോ തന്റെ അമ്മ എപ്പോഴും ഈ ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കാരണം അവൻ അവരുടെ സുഹൃത്തുക്കളെയും വിളിച്ച് മറ്റൊരിടത്തേക്ക് പോയിട്ട് ഒരു തകർന്ന ട്രെയിൻ ഉണ്ട് അതിനകത്ത് കയറി ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കാണ് അവരെല്ലാവരും പറയുന്നത്, ഏയ് സാം, നമ്മളെല്ലാവരും ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അടുത്ത വർഷം നമ്മൾ എവിടെയാണെന്ന് പോലും നമുക്ക് പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഈ ഒരു സ്വർണ്ണ വിഗ്രഹം അത് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് വിറ്റ് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർക്കാൻ കഴിയും എന്നെല്ലാം പറഞ്ഞ് അവരങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടേക്ക് നമ്മുടെ സാറ വരുന്നത്. അപ്പോൾ ഇവർ ചോദിക്കും, അല്ല നീ എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ സാറ പറയും, അല്ല കാശ് തന്നു കഴിഞ്ഞാൽ P2 ചിപ്പ് അത് നിന്റെ അടുത്ത് നിന്ന് കിട്ടുമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് വന്നതെന്ന് പറയുമ്പോൾ, ആ ശരി അത് ഞാനാണെന്നും പറഞ്ഞിട്ട് നമ്മുടെ സാമിന്റെ ഫ്രണ്ട് അവിടെയുള്ള ഒരു തകർന്ന കമ്പ്യൂട്ടറിൽ നിന്നും P2 ചിപ്പ് അങ്ങനെ ഇളക്കി അവർക്ക് കൊടുക്കാണ്. അതുമല്ല, ആ ഒരു സമയത്ത് നമ്മുടെ സാം അവൻ സ്വപ്നത്തിൽ കാണുന്ന പൂർവ്വജന്മത്തിലെ ഏതോ ഒരു സ്വർണ്ണ വിഗ്രഹം എവിടെ ഒളിപ്പിച്ചു വെച്ചു എന്നുള്ള കാര്യം നമ്മുടെ സാറിയോട് ഇങ്ങനെ പറയുന്നതും, അതെവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നതെന്ന് പറയേ ഞാൻ കണ്ടുപിടിച്ച് തരാമെന്ന് ഇങ്ങനെ പറയുമ്പോൾ അവന്റെ സുഹൃത്തുക്കളെല്ലാം നമ്മുടെ സാറയെ കളിയാക്കും, നീയേ ഒരു അനാഥയാണ്, ഞങ്ങളോടൊപ്പം ചേർന്നിട്ട് ഇതിന്റെ ഷെയർ എടുക്കാനായിട്ട് നിൽക്കണോ,
ഒരിക്കലും ഇല്ല എന്നെല്ലാം പറഞ്ഞ് അവളെ കളിയാക്കി പറഞ്ഞു വിടുന്നു. അങ്ങനെ നമ്മുടെ സാറയാണെങ്കിലും ആ ഒരു P2 ചിപ്പും കൊണ്ട് ഈ പഴയ ഡിജിറ്റൽ സാധനങ്ങളെല്ലാം വിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടേക്ക് ചെന്നിട്ട് ഒരു ലേഡിയുടെ കയ്യിൽ ഇത് കൊടുത്ത് അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് ഹാർഡ് ഡിസ്കുകൾ അങ്ങനെ വാങ്ങാണ്. അങ്ങനെ ആ ഒരു ഹാർഡ് ഡിസ്ക് എല്ലാം അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് ഇലക്ട്രോണിക് ഷോപ്പ് വെച്ചേക്കുന്ന ഒരു അപ്പൂപ്പനുണ്ട്. ആ ഒരു അപ്പൂപ്പന്റെ കയ്യിൽ കൊടുത്തിട്ട് ആവശ്യമായിട്ടുള്ള പണം വാങ്ങുന്നു. എന്നിട്ട് ആ ഒരു പണം കൊണ്ട് അവൾ സിഗരറ്റ് വാങ്ങി ഈ നൈറ്റ് ക്ലബ്ബുകളൊക്കെ ഉണ്ടല്ലോ അവിടെ എല്ലാം കൊണ്ടുപോയിട്ട് എല്ലാവർക്കും വിൽക്കുകയും ചെയ്യാണ്. ഇങ്ങനെയാണ് അവള് ഓരോ ദിവസവും പണം ഉണ്ടാക്കുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി ആകുമ്പോഴത്തേക്കാണ് അവള് വീട്ടിലെത്തുന്നത്. വീട്ടിലെത്തുമ്പോഴത്തേക്കാണ് വാടക അടച്ചില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഓണർ ഇവരുടെ വീട്ടിലെ സാധനങ്ങളെല്ലാം എടുത്ത് വെളിയിലേക്കിട്ട് അവളുടെ സഹോദരനെ വെളിയിലേക്ക് ഇറക്കി വിട്ടു. അതുകൊണ്ട് ഇപ്പോൾ അവൾക്ക് എവിടെ കിടക്കണമെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ അവർ രണ്ടുപേരും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു തെരുവിൽ തന്നെ ഒരു പഴയ ട്രെയിൻ കിടപ്പുണ്ട്. അതിന് മുകളിലേക്ക് പോയി കിടന്നങ്ങ് ഉറങ്ങും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ സാമിനെ കാണിക്കുമ്പോഴത്തേക്കാണ് അവൻ ഉറങ്ങി കിടക്കുന്ന സമയത്ത് അവന് വീണ്ടും ഒരു സ്വപ്നം വരുന്നു. ആ ഒരു സ്വപ്നത്തില് അവനൊരു വ്യവസായിയെ പോലെയാണ് കാണുന്നത്. ആ ഒരു വ്യവസായി തന്റെ വയലിൽ മണ്ണിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന അതേ സമയം അവിടെ നിന്നും കുഴിച്ചിട്ട ആ ഒരു വിഗ്രഹം ഉണ്ടല്ലോ, അവൻ കഴിഞ്ഞ ജന്മത്തിലെ ആ ഒരു അമ്പലത്തിൽ നിന്നും കൊണ്ടുവന്ന ആ ഒരു വിഗ്രഹം ഇവിടെയാണ് കുഴിച്ചിട്ടിരുന്നത്. ഇതിപ്പോ ഈ ഒരു ജന്മത്തിലെ ആ ഒരു വ്യവസായിക്ക് കിട്ടുകയാണ്. അങ്ങനെ ആ ഒരു വിഗ്രഹം എടുത്ത് അയാള് കുറച്ച് ദൂരെയായിട്ടുള്ള ഒരു അമ്പലത്തിന്റെ അടുത്തേക്ക് നടന്നു ചെല്ലുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ സ്റ്റാർട്ടിംഗ് സീനിൽ കാണിച്ച ഒരാളുണ്ടല്ലോ, അയാളെ നമ്മുടെ സാമ് സ്വപ്നത്തിലൂടെ കാണുന്നതും പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ് ഷെടാ ഇയാൾ എന്താ എന്റെ സ്വപ്നത്തിൽ വരുന്നേ എന്നും പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റതിന് ശേഷം അവൻ സ്വപ്നത്തിൽ കണ്ട ആ ഒരു അമ്പലവും അതേപോലെ തന്നെ അതിനടുത്തോട്ട് നടന്നു പോകുന്ന ഒരാളുണ്ടല്ലോ, അയാളെയെല്ലാം ആ ഒരു കാര്യമെല്ലാം അവൻ ബുക്കിലായിട്ട് ഇങ്ങനെ വരച്ചു വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് സാധാരണ ആ ഒരു ഡോക്ടർ ഉണ്ടല്ലോ, അവന്റെ മുത്തശ്ശിയുടെ തലയിൽ ഒരുപാട് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ടാബിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് അവൻ വന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ഡോക്ടർ പറയുന്നത്, നിന്റെ മുത്തശ്ശിക്ക് ഓർമ്മകളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുമല്ല ആ ഒരു മറവി രോഗം അത് പെർമനന്റ് ആയിട്ട് ശരിയാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്നെല്ലാം പറഞ്ഞിട്ട്, അതുമല്ല ഇതെല്ലാം വെച്ചിട്ട് ഒരു എക്സ്പെരിമെന്റ് പോലെയാണ് നിന്റെ മുത്തശ്ശിയുടെ ദേഹത്ത് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് ആ ഒരു ഡോക്ടർ തന്നെ ഇവരുടെ കുടുംബത്തിന് പണമെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പണം കൊണ്ടാണ് ഇവരുടെ കുടുംബവും ഒരു കുഴപ്പമില്ലാതെ കഴിഞ്ഞു പോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാം ആണെങ്കിലും ആ ഒരു തകർന്ന ട്രെയിനിൽ ഇരുന്നിട്ട് അവൻ സ്വപ്നത്തിൽ കണ്ട എല്ലാ കാര്യങ്ങളും ബുക്കിൽ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം നമ്മുടെ സാറ ഉണ്ടല്ലോ, അവള് നേരെ ഇവിടേക്ക് വരുന്നു. അങ്ങനെ സാം ആണെങ്കിലും പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വന്നിട്ട്, ഏയ് സാറാ നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയോ? ഒരു സ്വർണ്ണ വിഗ്രഹം അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ പറയുമ്പോൾ അവൾ പറയും, ഹേയ് നീ എന്താ തമാശ കാണിക്കണോ? ഇല്ലില്ല തമാശയൊന്നുമല്ല എന്ന് പറയുമ്പോൾ അവൾ പെട്ടെന്ന് അവന്റെ കാലിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് 2 കളറിലുള്ള ചെരുപ്പിട്ടേക്കുന്നു. അല്ല ഇതെന്ത് പറ്റി നിന്റെ ചെരുപ്പ്? ഒന്ന് എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ അതെനിക്കറിയത്തില്ല, എവിടെ പോയി എന്ന് പറയുന്നത് അവൾ പറയും, ശരി എന്നോടൊപ്പം വാ, അവസാനമായിട്ട് നീ എവിടെയാണ് കളിച്ചത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് അവനാണെങ്കിലും കളിച്ച സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും അവൾ അവിടെയുള്ള ക്ലൂ എല്ലാം വെച്ചിട്ട് അവനെ വിളിച്ച് ഒരു വീടിനടുത്തേക്ക് ചെല്ലാണ്. കാണിക്കുമ്പോഴത്തേക്കും അവിടെ ഒരു നായ കിടപ്പുണ്ട്. അങ്ങനെ ആ ഒരു നായനെ ഫോളോ ചെയ്തിട്ട് എവിടേക്ക് പോകുമ്പോഴത്തേക്കും അവന്റെ ആ ഒരു കാണാതായിട്ടുള്ള ചെരുപ്പ് അവൾക്ക് കിട്ടുകയും ചെയ്യുന്നു. അപ്പോഴാണ് അവൻ ചോദിക്കുന്നത്, ഹേയ് ഇതെങ്ങനെയാണ് നീ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല സാധാരണ ഈ ഒരു നായ എപ്പോഴും പലയിടങ്ങളിലായിട്ട് ചുറ്റി നടന്നിട്ട് അവിടെ ഇവിടെയുള്ള സാധനങ്ങളെല്ലാം കടിച്ചെടുത്തോണ്ട് ഇങ്ങനെ പോകുന്നൊരു ശീലമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി നിന്റെ ചെരുപ്പും ഈ ഒരു നായ ആയിരിക്കും എടുത്തോണ്ട് പോയതെന്ന്. അങ്ങനെ ഈ ഒരു കാര്യം കേൾക്കുന്നത് നമ്മുടെ സാമു പെട്ടെന്ന് അത്ഭുതത്തോടെ അവളെ നോക്കുകയാണ്. എന്തായാലും ആ ഒരു സ്വർണ്ണ വിഗ്രഹം കണ്ടുപിടിക്കാനായിട്ട് ഇവളെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ എന്നുള്ള വിശ്വാസം നമ്മുടെ സാമിന് എന്തായാലും അവളോട് തോന്നി തുടങ്ങി. അങ്ങനെ ആ ഒരു കാര്യം അവളോട് പറയുമ്പോഴത്തേക്കാണ് സാറ പറയുന്നത്, അങ്ങനെ ഞാൻ ഒരു വിഗ്രഹം കണ്ടുപിടിച്ചു തന്നാൽ അതിന്റെ പകുതി ഷെയർ എനിക്ക് തരണമെന്ന് പറയുമ്പോൾ ഓക്കെ ഡീലും പറഞ്ഞ് അവളിപ്പോൾ സാമിനെ സഹായിക്കാനായിട്ട് തയ്യാറാവുകയാണ്. അതുപോലെ ഈ ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ ഫീസായിട്ട് അവൾക്കൊരു കോഴിയെ കൊടുക്കാനായിട്ട് പറയുന്നതും അവൻ ചോദിക്കും, അല്ല കോഴി എന്തിനാ, തിന്നാനായിട്ട് വേറെന്തിനാ എന്ന് പറയുന്നത് സാമിന്റെ ഒരു സുഹൃത്തുണ്ട്. അവന്റെ വീട്ടിലേക്ക് പോയിട്ട് ഒരു കോഴിയെ പിടിച്ച് അവൾക്ക് ഇങ്ങനെ കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാറയാണെങ്കിൽ ആ ഇലക്ട്രോണിക് ഷോപ്പ് വെച്ചേക്കുന്ന മുത്തശ്ശനുണ്ടല്ലോ, അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് ഈ മണ്ടന്മാര് വിശ്വസിക്കുന്നത് എനിക്ക് ആ ഒരു കാര്യങ്ങൾ കണ്ടുപിടിച്ച് കൊടുക്കാൻ പറ്റുമെന്നാണ്. അപ്പോൾ അയാൾ ചോദിക്കും, ആരാ മണ്ടൻ ചെറുക്കന്മാര് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ സാമിനെ അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് അവൻ വരച്ചിരിക്കുന്ന ആ ഒരു ഡ്രോയിങ് എല്ലാം കാണിക്കുമ്പോഴത്തേക്കാണ് അതിലുള്ള ഒരു അമ്പലം ഉണ്ടല്ലോ, ആ അമ്പലം കാണുന്നത് ആ ഒരു മുത്തശ്ശൻ പറയും, ഏയ് നീ വരച്ചിരിക്കുന്ന ഈ ഒരു അമ്പലമല്ലേ, ഇത് ഇവിടെ നിന്ന് കുറച്ച് ദൂരെയായിട്ടാണുള്ളത്. പക്ഷെ ഇപ്പോൾ ആ ഒരു അമ്പലം പെട്ടെന്ന് കാണാൻ കഴിയത്തില്ല, കാരണം അതിന്റെ ചുറ്റുമായിട്ട് വലിയ വലിയ ബിൽഡിംഗ് എല്ലാം കെട്ടിവെച്ച് പണക്കാർ മാത്രമായിരിക്കും അതിന്റെ ചുറ്റിന് താമസിക്കുന്നത്. അങ്ങനെ ആ ഒരു അമ്പലം അന്വേഷിച്ച് ഇന്ന് പോവാന്ന് ഇവർ തീരുമാനിക്കുമ്പോൾ രാത്രി ആയതുകൊണ്ട് എന്തായാലും നാളെ പോവാന്ന് തീരുമാനിച്ച് ഇവരെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ ഇപ്പോൾ ഹീറോയിനോട് ചോദിക്കും, അല്ല നിന്റെ വീട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ എനിക്കിപ്പോൾ വീടില്ല, ഞാൻ ഈ ഒരു ട്രെയിനിന്റെ മുകളിലാണ് ഉറങ്ങുന്നതെന്ന് പറയുന്നതും സാമു പറയും, ഓ അങ്ങനെയാണല്ലേ, ശരി അങ്ങനെയാണെങ്കിൽ എന്നോടൊപ്പം വാ, എൻ്റെ വീട്ടിൽ താമസിക്കുക, എൻ്റെ അമ്മയാണെങ്കിൽ നല്ല ആഹാരമെല്ലാം ഉണ്ടാക്കി തരുമെന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞ് അവൾ ആ ഒരു ട്രെയിനിന് മുകളുണ്ടല്ലോ അവിടേക്ക് കയറി കിടന്ന് ഉറങ്ങാണ്. അങ്ങനെ സാമാണെങ്കിലും വൈകി വീട്ടിലേക്ക് എത്തുമ്പോൾ അവൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, ഇത്രയും ലേറ്റായി നീ എവിടെയാണ് പോയത്? ശരി ഇപ്പോൾ ആഹാരം എടുത്ത് വെച്ചിട്ടുണ്ട് കഴിക്കാൻ പറയുന്നതും ഇപ്പോൾ ഇവിടെ നമ്മുടെ സാറിൻ്റെ അടുത്ത് കാണിക്കുമ്പോഴത്തേക്കും രാത്രി ഏകദേശം 9 മണിയായി. അവൾ ആ ഒരു ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് ആ ഒരു ഓണർ പൂട്ടിയിട്ടേക്കുന്ന പഴയ വീടുണ്ടല്ലോ ആ ഒരു വീട്ടിലേക്ക് ചെന്ന്
അവിടെ ഒരു ബേസ്മെന്റ് ഉണ്ട്. അതിനടിയിലേക്ക് ഇറങ്ങി തന്നെ നോക്കി അവിടെ നിന്ന് അവൾക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടെ ഒട്ടിച്ചിരിക്കുന്ന ഒരു പോസ്റ്റർ കാണുന്നത്, നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം വീഡിയോ ആയിട്ട് കാണാൻ കഴിയുമെന്നുള്ള രീതിയിൽ. അങ്ങനെ അതും മടക്കി ബാഗിൽ കയറ്റിയിട്ട് അടുത്ത ദിവസം തന്നെ നമ്മുടെ ഹീറോയിനെ ടീമിനെയും അവൾ കാണാൻ ചെല്ലാണ്. അതുമല്ല ഇപ്പോൾ ഒരു അമ്പലത്തിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഇവർ താമസിക്കുന്ന ആ ഒരു സ്ഥലത്ത് കെട്ടിയിരിക്കുന്ന ആ ഒരു വലിയ ചുമരുണ്ടല്ലോ, അതെല്ലാം ചാടിക്കടന്ന് ഇവരിപ്പോൾ നഗരത്തിലേക്ക് പോവാണ്. അപ്പോൾ വലിയ വലിയ പണക്കാർ മാത്രമാണ് അവിടെ ജീവിക്കുന്നത്. അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടും എപ്പോഴും അവിടെ എല്ലാം ഡ്രോണുകൾ ഇങ്ങനെ പറന്ന് നടക്കും. അങ്ങനെ നമ്മുടെ പിള്ളേരാണെങ്കിലും ആ ഒരു നഗരത്തിലൂടെ പലയിടങ്ങളിൽ ഇങ്ങനെ ചുറ്റിയടിച്ച് അവസാനം ആ ഒരു വലിയ അമ്പലത്തിന് മുന്നിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും വലിയ വലിയ ബുദ്ധന്റെ പ്രതിമകളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം കാണുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പെട്ടെന്ന് കഴിഞ്ഞ ജന്മത്തിൽ എന്തായാലും ഞാൻ ആ ഒരു ബുദ്ധന്റെ വിഗ്രഹം ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, എനിക്കതിപ്പോൾ അനുഭവിക്കാൻ കഴിയുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നത് നമ്മുടെ സാറയാണെങ്കിൽ അവിടേക്ക് ചെന്നിട്ട് അതിങ്ങനെ അന്വേഷിക്കുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് വന്നൊരു സന്യാസി പെട്ടെന്ന് ഹേയ് നിങ്ങൾ എന്താ ഈ അന്വേഷിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ വരച്ചു വെച്ചിരുന്ന ആ ഒരു ബുദ്ധന്റെ വിഗ്രഹം ഉണ്ടല്ലോ അതിങ്ങനെ കാണിച്ചു കൊടുക്കുന്നതും ആ ഒരു സന്യാസി പറയും, അത് ഈ ഒരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ ഫ്രഞ്ചുകാർ അധികാരം നേടിയ സമയത്ത് വില കൂടിയ എല്ലാ കാര്യങ്ങളും അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു, അതെല്ലാം പിന്നീട് തിരിച്ചിവിടേക്കും കൊണ്ടുവന്നു. പക്ഷേ ഈ ഒരു പ്രതിമ മാത്രം ഇതുവരെയും കണ്ടുകിട്ടിയിട്ടില്ല, അതിപ്പോഴും മിസ്സിംഗ് ആണ് എന്നും പറഞ്ഞിട്ട് അതിന്റെ യഥാർത്ഥ ഫോട്ടോ ഉണ്ടല്ലോ അതിങ്ങനെ ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് പറയും ഏതെങ്കിലും ഒരു പണക്കാരൻ അവന്റെ പ്രൈവറ്റ് കളക്ഷനായിട്ട് ഈ ഒരു കാര്യം ചിലപ്പോൾ വെച്ചിരിക്കാം, അതുകൊണ്ട് ഇത് കിട്ടുന്ന കാര്യം വളരെ പാടായിരിക്കും എന്ന് പറയുമ്പോൾ ആകെ സാഡായിട്ട് നമ്മുടെ സാറിനെ കൂട്ടി നേരെ അവളുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും സാമിന്റെ അമ്മ ചോദിക്കുന്നുണ്ട്, അല്ല ഇന്ന് എവിടെ പോയി കറങ്ങിയിട്ടാ വന്നേക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്റെ സ്വപ്നത്തിൽ കാണുന്ന ഒരു ബുധന്റെ പ്രതിമയുണ്ടല്ലോ അതെവിടെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ എന്റെ സുഹൃത്തുമായിട്ട് പോയതാണ് എന്നിങ്ങനെ പറയുന്നതും ആ ഒരു മുത്തശ്ശിയെ ചികിത്സിക്കുന്ന ആ ഒരു ഡോക്ടർ പെട്ടെന്ന് ഇവരെ എങ്ങനെ നോക്കുകയാണ്. അതുപോലെ അവളുടെ നോട്ടം അത്ര ശരിയല്ല എന്നുള്ള രീതിയിൽ നമ്മുടെ സാറയ്ക്കും മനസ്സിലാവുന്നുണ്ട്. അന്ന് രാത്രി അവന്റെ വീട്ടിൽ നിന്ന് ആഹാരമെല്ലാം കഴിച്ച് അവള് ബൈ പറഞ്ഞ് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം നമ്മുടെ സാം അവന്റെ സുഹൃത്തുക്കളായിട്ട് ഇരിക്കുന്ന സമയത്താണ് അവർ പറയുന്നത്, സാം സത്യം പറയാലോ ആ ഒരു സാറുണ്ടല്ലോ അവള് നിന്നെ വെച്ചിട്ട് നിന്റെ കയ്യിൽ നിന്ന് നല്ലതുപോലെ പണവും മറ്റു കാര്യങ്ങളെല്ലാം ഊറ്റിയെടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ സാം പറയും, ഓ അപ്പൊ ഞാൻ കാണുന്ന സ്വപ്നമെല്ലാം വെറുതെ ആണെന്നാണോ നിങ്ങൾ പറയുന്നത്, വിശ്വാസമുള്ളവർ മാത്രം എന്നോടൊപ്പം വന്നാൽ മതി, അവർക്ക് മാത്രമേ ഞാൻ ഷെയർ ചെയ്യത്തുള്ളൂ എന്നും പറഞ്ഞിട്ട് നമ്മുടെ സാർ അവിടേക്ക് വരുമ്പോഴത്തേക്കും അവളോടൊപ്പം നടന്നങ്ങ് പോവാണ്. അതേസമയം ഈ ഒരു ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ ഒരുത്തൻ ഇവരോടൊപ്പം പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി നമ്മുടെ സാം കിടന്നുറങ്ങുന്ന സമയത്താണ് അവൻ വീണ്ടും ഒരു സ്വപ്നം കാണുന്നു. ഇതിനു മുന്നേ ഉള്ള ഒരു ജന്മത്തിലെ ആ ഒരു ബുദ്ധന്റെ അമ്പലം ഉണ്ടല്ലോ അതിനകത്ത് ആ ഒരു ശില്പം വെച്ചത് വേറെ ആരോ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെ ഫോട്ടോ എടുത്ത് പതിയെ ആ ഒരു ഫോട്ടോഗ്രാഫർ ആ ഒരു വിഗ്രഹം എടുത്തിട്ട് അവിടെ നിന്നും അത് മോഷ്ടിച്ചുകൊണ്ടങ്ങ് പോവാണ്. അതുമല്ല അവന്റെ ബൈക്കിൽ ഒരുപാട് ദൂരം ഇങ്ങനെ സഞ്ചരിച്ചിട്ട് അവസാനം ഒരു കാടിനടുത്തേക്ക് വന്ന് ആ ഒരു കാടിനടുത്തുള്ള ഒരു മരത്തിന് മുകളിലായിട്ട് കയറി അതിന് മുകളിൽ ആ ഒരു വിഗ്രഹം വെക്കുന്നു. അപ്പോഴേക്കും പെട്ടെന്ന് ആ ഒരു സ്വപ്നം അവിടെ നിന്നിട്ട് നമ്മുടെ സാം ആണെങ്കിലും പെട്ടെന്ന് കണ്ണു തുറക്കാണ്. കണ്ണു തുറന്ന ഉടനെ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവന്റെ പോക്കറ്റിൽ നിന്ന് ഒരു മരുന്നെടുത്ത് ഇങ്ങനെ കഴിയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ സാർ അവിടേക്ക് വരുന്നത് കൊണ്ട് അവളോടൊപ്പം ആ ഒരു മുത്തശ്ശന്റെ ഷോപ്പ് ഉണ്ടല്ലോ അവിടേക്ക് ചെന്നിട്ട് ഇവർക്ക് ആ ഒരു ബുദ്ധസന്യാസി കാണിച്ചു കൊടുത്ത ഫോട്ടോ ഉണ്ടല്ലോ അത് ഈ ഒരു അപ്പൂവനെ കാണിച്ചു കൊടുത്ത് ഇതുപോലെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് സെർച്ച് ചെയ്ത് നോക്കാൻ പറയുമ്പോൾ ആ ഒരു അപ്പൂവനാണെങ്കിലും കമ്പ്യൂട്ടറിൽ നല്ലതുപോലെ അത് അന്വേഷിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് ഇവരോട് പറയും, ഗൂഗിളിൽ ഈ ഒരു ഫോട്ടോയെ പോലെ 10-800 ഫോട്ടോസ് ഉണ്ട്, അതെല്ലാം ഞാൻ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്തായാലും നിങ്ങൾ നാളെ വാ ഞാൻ എടുത്ത് തരാമെന്ന് പറയുന്നതും ഇവർ രണ്ടുപേരും അവിടെ നിന്ന് അടുത്തൊരു മാർക്കറ്റിലേക്കാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ സാം അങ്ങനെ റോഡിലേക്ക് നോക്കി നിൽക്കുന്ന സമയത്ത് അവൻ സ്വപ്നത്തിൽ കണ്ട ആ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടല്ലോ അവനിപ്പോൾ ഒരു ബൈക്കിൽ എങ്ങോട്ടോ പോകുന്നു. അങ്ങനെ ഇത് കണ്ട സാമിന് ഇത് എങ്ങനെ നടക്കുമെന്ന് അറിയാൻ കഴിയുന്നില്ല. സാമ് പെട്ടെന്ന് അടുത്തുള്ളൊരു ഓട്ടോ ഡ്രൈവറെ വിളിച്ചിട്ട് അയാളുടെ ഓട്ടോയിൽ കയറിയിട്ട് ആ ഒരു ബൈക്കിനെ ഫോളോ ചെയ്ത് ഇങ്ങനെ പോവാണ്. സത്യത്തിൽ ഇവൻ കണ്ടതുപോലെ ആ ഒരു ബൈക്കിൽ പോകുന്നത് ഫോട്ടോഗ്രാഫർ ഒന്നുമല്ല, അതേതോ ഒരു ആന്റി സ്കൂട്ടർ ഓടിച്ചോണ്ടിങ്ങനെ പോവാണ്. പക്ഷെ നമ്മുടെ സാമിന് തോന്നുന്നത് ആ ഒരു ഫോട്ടോഗ്രാഫർ ആയിട്ടും. അങ്ങനെ ഒരുപാട് ദൂരം പോകുമ്പോഴത്തേക്കും ഇവരുടെ ആ ഒരു നഗരത്തിന്റെ അവസാനം എത്തുമ്പോൾ ആ ഒരു ഓട്ടോ ഡ്രൈവർ പറയും, ഇനിയും എനിക്ക് പോകാൻ കഴിയത്തില്ല, എന്റെ പണം തരാൻ പറയുന്നതും രണ്ടുപേരും അവിടെ ഇറക്കിയിട്ട് അയാളുടെ പണവും വാങ്ങി അയാൾ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ നമ്മുടെ സാറ് ചോദിക്കുന്നുണ്ട്, ഏയ് സാം നിനക്കെന്താ വട്ടാണോ, നീ എന്താ ഇങ്ങനെയല്ല ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഇല്ലില്ല ഞാൻ സ്വപ്നത്തിൽ കണ്ട ആ ഒരു ഫോട്ടോഗ്രാഫർ അയാളിത് ഈ ഒരു വഴിയാണ് പോയത്, സത്യം പറയില്ല നമുക്കത് മിസ്സായി, ഇയാളെ ഫോളോ ചെയ്ത് പോയിരുന്നെങ്കിലേ ആ ഒരു പ്രതിമ വെച്ചിരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നു എന്നെല്ലാം പറയുമ്പോൾ സാറ് പറയും, ഇത് നിനക്കെന്തോ ഭ്രാന്തോ മറ്റോ ആണ്, വട്ട് പിടിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നും പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് ഒരു മരുന്നെടുത്ത് ഇങ്ങനെ കഴിക്കുമ്പോൾ, അല്ല ഈ ഒരു മരുന്ന് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത്, ഇല്ല ഇതെന്റെ മുത്തശ്ശിക്ക് അവരുടെ ഓർമ്മ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു മരുന്നാണ്, അത് ഞാനെടുത്ത് കഴിക്കുന്നു എന്ന് പറയുമ്പോൾ, ആ ഇത് വട്ട് തന്നെ, ഇല്ലാന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെയൊന്നും പറയത്തില്ല എന്നും പറഞ്ഞിട്ട് അതെടുത്ത് കളയാനായിട്ട് ഇങ്ങനെ പറയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഇവർ രണ്ടുപേരും നമ്മുടെ സാറ് താമസിച്ചിരുന്ന ആ ഒരു വീടിനടുത്ത് ഇങ്ങനെ ചെല്ലുമ്പോൾ അവിടെ ആഗർ കഫേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു വീടും സ്ഥലവും മാറ്റിയേക്കാണ്. പക്ഷെ ഇവർ രണ്ടുപേരും പതിയെ അവളുടെ ആ ഒരു വീട്ടിലേക്ക് ചെന്ന് അതിനകത്ത് കണ്ടല്ലോ ഒരു പോസ്റ്റർ, ഇവർ കാണുന്ന സ്വപ്നമെല്ലാം വീഡിയോ ആക്കി മാറ്റുന്ന ആ ഒരു പോസ്റ്റർ അതെടുത്ത് ഇവനെ കാണിച്ചിട്ട് ഈ ഒരു കാര്യം പറയും, ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് നീ കാണുന്ന സ്വപ്നമൊന്നും ആലോചിച്ചിട്ട് ഡ്രോയിങ് ആയിട്ട് വരയ്ക്കേണ്ട ഒരു ആവശ്യം വരത്തില്ല,
അതുകൊണ്ട് എന്നോടൊപ്പം വാന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാറ സാമിനെ വിളിച്ച് അവളുടെ സഹോദരൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഒരു ബിൽഡിങ്ങിനകത്തേക്ക് കയറുമ്പോഴത്തേക്കാണ് അതിനകത്ത് ഒരുപാട് പേര് അവരുടെ നെറ്റിയിൽ എന്തോ ഒരു ബട്ടൺ പോലെ അത് നീല നിറത്തിൽ തിളങ്ങുന്നത് അത് വെച്ചിട്ട് മുകളിലേക്ക് നോക്കി എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ സത്യത്തില് ആ ഒരു ചിപ്പ് നെറ്റിയിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഒരു ഗൂഗിൾ ലെൻസ് ഉണ്ടല്ലോ, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ കണ്ണിലൂടെ കാണാൻ കഴിയും. അത് കണ്ടിട്ടാണ് അവർ അങ്ങനെയെല്ലാം നിൽക്കുന്നത്. സത്യത്തിൽ നമ്മൾ കാണുന്ന ആ ഒരു സ്വപ്നം വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ കഴിയുന്ന ആ ഒരു ടെക്നോളജി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമല്ലേ. അങ്ങനെ നമ്മുടെ സാറ സാമിനെ വിളിച്ചിട്ട് അവളുടെ സഹോദരൻ്റെ അടുത്തേക്ക് വന്നിട്ടാണ് അവനോട് പറയുന്നത് ഇവൻ കാണുന്ന സ്വപ്നമെല്ലാം ആ ഒരു ഡിജിറ്റൽ ചിപ്പ് ഉപയോഗിച്ചിട്ട് അത് വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ കഴിയുമെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അതെല്ലാം ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷെ അതിനു മുന്നേ നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ ഒരു നാനോ ബക്സ് അത് കടത്തി വിടണം. അത് കടത്തി വിടുമ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, പക്ഷെ അത് കുറച്ച് നേരത്തേക്ക് കാണത്തുള്ളൂ. അത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓക്കെ ആണെന്നെല്ലാം പറഞ്ഞിട്ട് ആദ്യം സാറയുടെ കയ്യിലേക്ക് ആ ഒരു ബഗ് അങ്ങനെ കയറ്റി വിടാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് സാമിന്റെ ദേഹത്തേക്ക് അത് കയറ്റി വിടാനായിട്ട് അവന്റെ കണ്ണിങ്ങനെ പരിശോധിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു സഹോദരൻ പറയുന്നത് ഇവന്റെ ശരീരത്ത് ആൾറെഡി അത് കയറ്റിയിട്ടുണ്ട്, ഇനിയിപ്പോൾ കയറ്റേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ സാമു പറയും ഇല്ലില്ല, അതിന് ഒരു ചാൻസും ഇല്ല, എന്റെ ശരീരത്ത് അങ്ങനെ ഒന്നും കയറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇല്ലില്ല, നിന്റെ ശരീരത്ത് അത് കയറ്റിയിട്ടുണ്ട്, ഏകദേശം ഒരു 10-14 വർഷമായി കാണും എന്ന് പറയുന്നതും സാമു പറയും ഇല്ല, ഞാനറിയാതെ എങ്ങനെ എൻ്റെ ശരീരത്ത് അത് കയറ്റുന്നത്. അപ്പോൾ സാം അത് വിശ്വസിക്കാത്തത് കൊണ്ട് അവൻ പറയും ശരി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആദ്യം സാറയുടെ നെറ്റിയിലേക്ക് ആ ഒരു ചിപ്പ് എടുത്ത് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും അവൾക്ക് പല കാര്യങ്ങളും കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഇതൊരാളുടെ ശരീരത്തിനുള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ കാണാൻ കഴിയത്തുള്ളൂ എന്നും പറഞ്ഞ് നമ്മുടെ സാമിന്റെ നെറ്റിയിലും ആ ഒരു ചിപ്പ് എടുത്ത് വെക്കുമ്പോൾ അവനും പല കാര്യങ്ങളും കാണാൻ കഴിയുന്നുണ്ട്. എന്നിട്ടാണ് ആ ഒരു സഹോദരൻ പറയുന്നത് ദേ കണ്ടോ, എന്തായാലും നിന്റെ ശരീരത്തിലുള്ളത് ഏകദേശം ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്, അതെന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തരാം, അടുത്ത ദിവസം നീ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവരെ രണ്ടുപേരും അവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോൾ നമ്മുടെ സാമിനാണെങ്കിൽ ആ ഒരു കാര്യം ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എൻ്റെ ശരീരത്തിനുള്ളിൽ 10 വർഷം പഴക്കമുള്ള നാനോ ബക്സ് ഉണ്ടെന്നു, ഇതെങ്ങനെ സാധ്യമെന്ന് എനിക്ക് പോലും അറിയത്തില്ല എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ സാറ് പറയും അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്, അതിനൊരു സാധ്യതയില്ല, കാരണം 13 വയസ്സിന് ശേഷം മാത്രമേ ഈ ഒരു കാര്യം നമ്മുടെ ശരീരത്തിൽ കയറ്റി വിടാൻ കഴിയത്തുള്ളൂ എന്ന് ഗവൺമെന്റ് പോലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് നിന്റെ ശരീരത്തിനുള്ളിൽ 10 വർഷങ്ങൾക്ക് മുന്നേ അത് കയറ്റി വിടുന്നത്? ഓക്കെ ശരി, ഇതാ ഈ ഡിജിറ്റൽ ചിപ്പ് നീ വെച്ചോ എന്നും പറഞ്ഞിട്ട് ആ ഒരു ചിപ്പ് എടുത്ത് ഇങ്ങനെ കൊടുക്കുകയാണ്. എന്നിട്ട് പറയും ഇത് വെച്ചിട്ട് നീ കാണുന്ന സ്വപ്നങ്ങളെല്ലാം ഇതിൽ റെക്കോർഡ് ചെയ്യുന്ന പറഞ്ഞ് അവന്റെ നെറ്റിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ അവനെടുത്ത് വെക്കുന്നത് അവന് ചുറ്റുമായിട്ട് എല്ലാം ഡിജിറ്റലായിട്ട് ഇങ്ങനെ കാണാൻ കഴിയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി ഉറങ്ങാമെന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടേക്ക് പോകുന്നതും നമ്മുടെ സാമാണെങ്കിൽ അവന്റെ വീട്ടിലേക്ക് ചെന്ന് ഉറങ്ങാതെ അവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ സ്വപ്നത്തിൽ കണ്ട ആ ഒരു ബുള്ളറ്റ് ബൈക്ക് ഉണ്ടല്ലോ, അതിൽ ആ മരത്തിന് മുകളിൽ പ്രതിമ വെച്ചിരുന്നല്ലോ, ആ ഒരു കാര്യം അവൻ എങ്ങനെ വരയ്ക്കാണ്. അപ്പൊ അവന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ആ ഒരു സോഫി എന്ന് പറഞ്ഞ ഡോക്ടർ ഉണ്ടല്ലോ, അവൾ പെട്ടെന്ന് ചോദിക്കും അല്ല ഇതുപോലെ ഇതിനു മുന്നേ വരച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും വരച്ചിട്ടുണ്ടല്ലോ, 100 വർഷങ്ങൾക്ക് മുന്നേ ഒരു ബുദ്ധന്റെ സ്വർണ്ണ വിഗ്രഹം ഒരു മരത്തിന് മുകളിലായിട്ട് ഞാൻ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരുന്നു, ആ ഒരു കാര്യമാണ് ഞാനിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല അത് നീ ആരുടെ കയ്യിൽ നിന്ന് എടുത്തതെന്ന് ചോദിക്കുമ്പോൾ ഫ്രഞ്ചുകാരുടെ കയ്യിൽ നിന്നും എന്ന് പറയുന്നത് അവന്റെ മുത്തശ്ശിയുടെ തലയിൽ വെച്ചിരിക്കുന്ന ആ ഒരു വയറുകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കീ എന്നും പറഞ്ഞിട്ട് ശബ്ദം ഉണ്ടാക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഓടി അവിടേക്ക് വരുമ്പോഴത്തേക്കാണ് ആ ഒരു ഡോക്ടർ പറയുന്നത് മുത്തശ്ശിക്ക് കുഴപ്പമൊന്നുമില്ല, ഇപ്പം എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡോക്ടർ വീട്ടിൽ നിന്ന് പോവാണ്. അതേസമയം വെളിയിൽ ഒളിച്ചിരുന്ന നമ്മുടെ കുട്ടി സാറ ആ ഒരു ഡോക്ടർ പോയതിനു ശേഷം അവരുടെ പുറകെ തന്നെ ഫോളോ ചെയ്ത് അവരെവിടേക്കാണ് പോകുന്നതെന്ന് കണ്ടുപിടിക്കാണ്ടിങ്ങനെ ചെല്ലുകയാണ്. അങ്ങനെ സോഫി ആണെങ്കിലും ഒരു അപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലേക്ക് പോകുന്നതിന് മുന്നേ അവിടെയുള്ള ഒരു ബോർഡ് ഇങ്ങനെ തുടച്ച് നോക്കുമ്പോഴത്തേക്കാണ് ലിബറേഷൻ എന്നിങ്ങനെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സാറയാണെങ്കിലും ആ ഒരു കാര്യം കണ്ട് നേരെ തിരിച്ച് സാമിന്റെ അടുത്തേക്ക് വന്നിട്ടാണ് പറയുന്നത് നിന്റെ മുത്തശ്ശിയെ ചികിത്സിക്കാൻ വന്ന ആ ഒരു ഡോക്ടറല്ലേ, അവരൊരു ബ്രെയിൻ ഡോക്ടറാണ്, അതുമല്ല നിന്റെ ശരീരത്തിനുള്ളിലാണെങ്കിൽ ആ ഒരു ബോക്സ് ആൾറെഡി കടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ച് മാച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അവർ നീയും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് നിനക്ക് തോന്നില്ലേ എന്നും പറഞ്ഞിട്ട് അവന്റെ നെറ്റിയിൽ ആ ഒരു ചിപ്പുണ്ടല്ലോ, ആ ഒരു കാര്യം വെച്ചിട്ട് ഇവൻ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കാണ്. അപ്പോഴേക്കും വീണ്ടും ഒരു സ്വപ്നം കാണുന്നു. ഇത്തവണ അവനൊരു ചെറിയ പയ്യനായിട്ടിരിക്കുന്നത് പോലെയാണ് കാണുന്നത്. അതുമല്ല അവനോടൊപ്പം തന്നെ ഒരു സഹോദരനുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും ആ ഒരു കാടിനടുത്ത് നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അടുത്തുള്ളൊരു മരത്തിന് മുകളിലേക്ക് കയറി നോക്കുമ്പോൾ അതിന് മുകളിൽ ആ ഒരു സ്വർണ്ണ വിഗ്രഹം ഇരിക്കുന്നത് അവർ കാണുന്നത്. അങ്ങനെ അതെടുത്ത് കയ്യിൽ വെക്കുന്ന അതേ സമയം ആ ഒരു സ്ഥലത്തേക്ക് യുദ്ധവിമാനങ്ങൾ ഇങ്ങനെ വരുന്നതും ഇവർ രണ്ടുപേരും അത് കണ്ടിട്ട് അയ്യോ അപകടം വരാൻ പോകണമെന്ന് പറഞ്ഞ് രണ്ടുപേരും പേടിച്ചിങ്ങനെ ഓടും. അപ്പോഴേക്കും ആ ഒരു ചെറിയ പയ്യൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ബുദ്ധന്റെ വിഗ്രഹം എവിടെയും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഓടി വന്നിട്ട് ആ ഒരു മരത്തിനടുത്തായിട്ട് കുഴിച്ചിട്ടിട്ട് അവൻ അവിടെ നിന്ന് ഓടി പോകുന്നതും അതേസമയം തന്നെ നമ്മുടെ സാമിനി ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ഓഡിറ്റോറിയം ഉണ്ടല്ലോ, അവിടെ ഒരാളെ തലയിൽ വയറെല്ലാം വെച്ചിട്ട് അങ്ങനെ ഇരിക്കുന്ന ആ ഒരു കാര്യം കാണുന്നുണ്ട്. അതേസമയം ആ ഒരു ചെറിയ പയ്യന്മാരാണെങ്കിൽ ഓടുന്ന സമയത്ത് പെട്ടെന്ന് യുദ്ധവിമാനങ്ങൾ താഴേക്ക് ബോംബെല്ലാം ഇടുന്നതും എന്നെ രക്ഷിക്കെന്നും പറഞ്ഞിട്ട് നമ്മുടെ സാം ഇവിടെ അലറി വിളിക്കുമ്പോൾ സാറ വന്ന് അവന്റെ വായങ്ങ് മൂടാണ്. അങ്ങനെ അവനെയും വിളിച്ചിട്ട് പതിയെ വെളിയിലേക്ക് ഇറങ്ങി വന്ന് അവന്റെ തലയിൽ വെച്ചിരിക്കുന്ന ആ ഒരു ചിപ്പിൽ എന്താണ് റെക്കോർഡായിരിക്കുന്നത് അതിപ്പോൾ പ്ലേ ചെയ്തിട്ട് നമ്മുടെ സാമ തന്നെ കാണുന്നതും അവൻ ആ ഒരു മരത്തിന് മുകളിൽ കയറി ബുദ്ധന്റെ ആ ഒരു വിഗ്രഹം ഉണ്ടല്ലോ അതെടുക്കുന്നത് പോലെ കാണുമ്പോൾ ഇവൻ കൈ കൊണ്ട് അതുപോലെ ഇങ്ങനെ എത്തിയെടുക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട് നമ്മുടെ സാറ് ചോദിക്കും അല്ല നീ എന്താ ഈ കാണുന്നതെന്ന് ചോദിച്ചിട്ട്
അത് വാങ്ങി അവൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവളുടെ തലയിലേക്ക് വയ്ക്കുമ്പോഴത്തേക്കും സാറയ്ക്ക് അത് കാണാൻ കഴിയുന്നില്ല. ആ ഒരു സിസ്റ്റം ലോക്ക് ആണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഓക്കെ, ഇതിൽ എന്തോ ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാമിനെയും കൂട്ടി നേരെ ആ ഒരു ഡോക്ടർ ഉണ്ടല്ലോ അവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അതൊരു വലിയ ബിൽഡിങ്. ഒരുപാട് നടന്ന് ചെല്ലുമ്പോൾ ഒരു വലിയ ഓഡിറ്റോറിയം എല്ലാം ഉണ്ട്. അതിനകത്ത് കാണിക്കുമ്പോഴത്തേക്കും സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മൾ കണ്ട ആ ഒരു കളറായിട്ടുള്ള വയർ സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ കുറെ ദൂരം നടന്ന് ആ ഒരു ഡോക്ടറിന്റെ റൂമിനകത്തേക്ക് നൈസായിട്ട് അങ്ങനെ കയറുകയാണ്. അതുമല്ല അവിടെ ഓണായിരുന്ന ആ ഒരു ലാപ്ടോപ്പില് നമ്മുടെ സാമിന്റെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അവൻ അവർ വീട്ടിൽ വെച്ചിട്ട് ഡ്രോയിങ് എല്ലാം വരയ്ക്കുന്നുണ്ടല്ലോ ആ ഒരു കാര്യങ്ങളെല്ലാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മറ്റൊരു റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സാം സ്വപ്നത്തിൽ കണ്ടു വരയ്ക്കുന്ന ആ ഒരു ചിത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഇവിടെ പെയിന്റിംഗ് ആയിട്ട് വരച്ചു വെച്ചേക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ സാറ് പറയും, ഇതെല്ലാം കാണുമ്പോൾ തന്നെ മനസ്സിലാവത്തില്ലേ നിന്റെ കഴിഞ്ഞ ജന്മമായിട്ട് ഈ ഒരു ഡോക്ടറിന് എന്തോ ബന്ധമുണ്ട് എന്ന് പറയുന്നതും അവിടെ അടുത്തായിട്ട് തന്നെ ബ്രെയിനിനെ പറ്റിയുള്ള ഒരു വലിയ ബുക്കുണ്ട്. അത് എഴുതിയത് ഡോക്ടർ വത്തനക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സാറ് പറയും, അപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ നീയാണ് ഡോക്ടർ വത്തനക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫോട്ടോ ഇങ്ങനെ കാണിക്കുന്നതും സാറ് പറയും, അങ്ങനെയാണെങ്കിൽ നിന്നോടൊപ്പം തന്നെ സോഫി എന്ന് പറഞ്ഞ ആ ഒരു ഡോക്ടറും ആ ഒരു വിഗ്രഹം അന്വേഷിക്കുന്നുണ്ട്. അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് നിന്റെ വീട്ടിൽ അവർ ജോലിയായിട്ട് വന്നത് എന്ന് പറയുന്നത് ആ ഒരു ബുക്കിന്റെ അവസാനം വായിക്കുമ്പോൾ ഡോക്ടർ വത്തനക്ക് എന്ന് പറഞ്ഞ ആള് ഒരു ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത് എന്നുള്ള ആ ഒരു ഗ്രാമത്തിന്റെ പേരും അതിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് സീനിൽ കണ്ട ഒരാളുണ്ടല്ലോ അയാൾ ഇപ്പോൾ സ്വയം ഒരു ചെയറിലേക്ക് പോയിരുന്നിട്ട് അയാളുടെ കഴുത്തിലേക്ക് എന്തോ ഒരു മരുന്ന് കുത്തിവെച്ച് അത് കഴിഞ്ഞ് ആ ഒരു ആഡിറ്റോറിയത്തിന്റെ നടുവിൽ വയറെല്ലാം എടുത്ത് തലയിലേക്കെല്ലാം കണക്ട് ചെയ്യുന്ന സമയത്ത് നീല വെളിച്ചം പോലെ എന്തൊക്കെയോ ഇങ്ങനെ കാണുന്നുണ്ട്. കാണിക്കുമ്പോഴത്തേക്കാണ് ഡോക്ടർ വത്തനക്ക് ഒരുപാട് ഓഡിയൻസിന് മുന്നിലായിട്ട് നിന്നിട്ട് അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അയാൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് അയാളുടെ ഗ്രാമത്തിലെ യുദ്ധവിമാനങ്ങൾ വന്ന് ബോംബെല്ലാം ഇടുന്ന സമയത്ത് വേറെ വഴിയില്ലാതെ അവിടെ നിന്ന് ഇവർ രക്ഷപ്പെട്ട് അമേരിക്കയ്ക്ക് പോയി. അതിനുശേഷമാണ് ഇയാള് ന്യൂറോ സയൻസിനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങിയത്. അങ്ങനെ അവസാനം ഒരു സയന്റിസ്റ്റ് ആയിട്ട് മാറിയിട്ട് കണക്ടോൺ എന്ന് പറഞ്ഞ ഒരു ടെക്നോളജിയും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടെക്നോളജി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതെല്ലാം കണക്ട് ചെയ്ത് ഇയാളുടെ തലയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ കഴിഞ്ഞ ജന്മത്തെ പറ്റിയുള്ള പല കാര്യങ്ങളും അതിലൂടെ അയാൾക്ക് കാണിച്ചു കൊടുക്കും. അങ്ങനെ ആ ഒരു സീൻ അതോടെ കട്ട് ചെയ്യുന്നതും നമ്മുടെ സാം ഇപ്പോൾ അയാളുടെ ആ ഒരു സ്പീച്ച് ഉണ്ടല്ലോ അതെല്ലാം ഈ ഒരു ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അതെല്ലാം എങ്ങനെ ഇരുന്ന് വായിക്കുകയാണ്. അപ്പോൾ സാറാണെങ്കിലും പറയും, ശരി നല്ലതുപോലെ ആ ഒരു ബുക്കെല്ലാം പഠിച്ചു, കാരണം ആ ഒരു വിഗ്രഹം എവിടെ ഇരിക്കുന്നതെന്ന് നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ എന്നും പറഞ്ഞിട്ട് നമ്മുടെ സാമിനെ വിളിച്ച് അവിടെ നിന്ന് വീട്ടിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞിട്ട് സാം ഉറങ്ങുന്ന സമയത്ത് അവന് വീണ്ടും ആ ഒരു സ്വപ്നങ്ങളെല്ലാം ഇങ്ങനെ കാണാൻ തുടങ്ങുകയാണ്. അപ്പോഴേക്കും പെട്ടെന്ന് സാമിന്റെ അമ്മ അവനെ എഴുന്നേൽപ്പിക്കുന്നതും എന്താ അമ്മ ഇത്രയും രാവിലെ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു സോഫിയ ഡോക്ടറല്ലേ അവർക്ക് നിന്നെ കാണണമെന്ന് എന്നും പറഞ്ഞിട്ട് നമ്മുടെ സാമിനെയും കൊണ്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് സോഫിയ ഡോക്ടർ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ സാമിനോട് പറയുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ എന്തൊക്കെയോ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നാട്ടിലേക്ക് സോഫി സത്യത്തിൽ വന്നിട്ടുള്ളത്. അപ്പോഴാണ് ഡോക്ടർ വത്തനക്ക് എന്ന് പറഞ്ഞ അയാളെ ഞാൻ കാണുന്നതും അയാളുടെ കണ്ടുപിടുത്തം ഇതെല്ലാം എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അതുമല്ലാതെ അദ്ദേഹം ഒരു ആർട്ടിസ്റ്റും കൂടിയാണ്. അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ പെയിന്റിംഗ് ആയിട്ട് വരച്ചു വയ്ക്കും. അതേ പെയിന്റിംഗ് തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ മകനും വരച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വത്തനക്ക് എന്ന് പറഞ്ഞ അയാൾക്കും നിങ്ങളുടെ മകനും ഒരേപോലെയുള്ള സ്വപ്നമാണ് കാണുന്നത്. അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവൻ്റെ അമ്മയ്ക്കാണെങ്കിൽ കുറച്ച് പണമെല്ലാം കൊടുത്ത് നാളെ തന്നെ അവനെ ഇവിടേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയും കുടുംബവും അവിടെയുള്ള മറ്റെല്ലാവരും ഈ ഒരു സ്ലം എല്ലാം വിട്ടിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് നാളെ തന്നെ പോകണം. അപ്പോൾ അതിനു മുന്നേ തന്നെ ഈ ഒരു ഗ്രാമത്തിലുള്ള എല്ലാവരും കൂടി ചേർന്നിട്ട് ഒത്തുകൂടി എന്തോ ഒരു ചടങ്ങും മറ്റു കാര്യങ്ങളൊക്കെ രാത്രി നടത്തുന്നുണ്ട്. അതേസമയം നമ്മുടെ സാറയാണെങ്കിൽ അവിടെ വന്നിട്ട് വത്തനൊക്കെ എവിടെയാണ് താമസിച്ചിരുന്നത് ഞാൻ കണ്ടുപിടിച്ചു, അതുകൊണ്ട് നാളെ തന്നെ നമുക്ക് അവിടേക്ക് പോകാമെന്ന് പറഞ്ഞ് അടുത്ത ദിവസം തന്നെ നമ്മുടെ സാമും അവൻ്റെ 4 ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവരെയും വിളിച്ചിട്ട് ഇവരെല്ലാവരും കൂടി വത്തനക്ക് എന്ന് പറഞ്ഞ അയാൾ താമസിച്ചിരുന്ന ആ ഒരു ഗ്രാമത്തിലേക്ക് പോവാണ്. അതേ സമയമാണ് ഒരു ടെസ്റ്റ് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ആ ഒരു ലാബിൽ വത്തനക്ക് എന്ന് പറഞ്ഞ അയാൾ ഇരിക്കുന്നു. അതേപോലെ തന്നെ സോഫി എന്ന് പറഞ്ഞ ആ ഒരു ഡോക്ടർ അയാളുടെ പുറകെ വന്ന അയാളുടെ കഴുത്തിലേക്ക് ആ ഒരു മരുന്നിനെ കുത്തിവെച്ചിട്ട് നിങ്ങൾ കണ്ടുപിടിച്ച ആ ഒരു മെഷീൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ ഞാൻ ഇന്ന് അൺലോക്ക് ചെയ്യാൻ പോവാണ് എന്ന് പറയുന്നതും എന്താണെന്ന് വെച്ചാൽ വത്തനക്ക് എന്ന് പറഞ്ഞ അയാൾ മരിച്ചിട്ടില്ല. ഇതൊന്നും അറിയാതെ നമ്മുടെ സാമാണെങ്കിൽ വത്തനക്കിന്റെ മറ്റൊരു ജന്മമാണെന്ന് വിശ്വസിച്ച് ഇവൻ സ്വപ്നത്തിൽ ഏത് മരത്തിന്റെ താഴെയാണ് ആ ഒരു വിഗ്രഹം കുഴിച്ചിട്ടത് അവിടേക്ക് ചെന്നിട്ട് ആ ഒരു മരത്തിന് താഴെയില്ല ഇങ്ങനെ കുഴിയെടുത്ത് നോക്കാണ്. പക്ഷെ ഇവന് കിട്ടുന്നില്ല. അങ്ങനെ എല്ലാവരും വന്ന് ഒരുപാട് നേരം കുഴിയെടുത്ത് അവസാനം അവർക്ക് ആ ഒരു വിഗ്രഹം കിട്ടുന്നില്ല. അങ്ങനെ അന്ന് രാത്രി അവർ തിരിച്ചു പോവാതെ അവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് തീയെല്ലാം കൂട്ടിയിട്ട് കുറെ പല്ലിയും ഈ ഓന്തൊക്കെ ഉണ്ടല്ലോ അതിനെല്ലാം പിടിച്ച് ചുട്ടിങ്ങനെ തിന്നുന്നു. അതേസമയം ഇവിടെ ആ ഒരു സോഫി ആണെങ്കിൽ വത്തനക്കിന്റെ തലയിൽ ആ ഒരു മെഷീനെല്ലാം ഘടിപ്പിച്ചിട്ട് ആ ഒരു വയറെല്ലാം ഘടിപ്പിച്ച് അയാളുടെ കഴിഞ്ഞ ജന്മം ആ ഒരു വിഗ്രഹം എവിടെയാണ് ഒളിപ്പിച്ചതെന്ന് കണ്ടുപിടിക്കാണ്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അവരെ കൊണ്ട് അത് കഴിയുന്നില്ല. അപ്പോൾ വത്തനക്ക് പറയും, ഇല്ല ഒരു തവണ കൂടി നമുക്കൊന്ന് ട്രൈ ചെയ്യാന്ന് പറയുമ്പോൾ സോഫി പറയും, ഇല്ല ഡോക്ടർ അതൊരിക്കലും ചെയ്യാൻ കഴിയത്തില്ല, ഇനി ഒരു തവണ കൂടി ചെയ്തു കഴിഞ്ഞാലേ നിങ്ങളുടെ ബ്രെയിൻ അത് പ്രശ്നമായിട്ട് പിന്നീട് അതൊന്നും ചെയ്യാൻ കഴിയാത്തൊരു അവസ്ഥയായി പോകും എന്നിങ്ങനെ പറയുമ്പോൾ അതൊന്നും പ്രശ്നമില്ല, അതിനു വേണ്ടിയിട്ടില്ല ഞാൻ ഇതിനു മുന്നേ ഒരു കാര്യം ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ടെസ്റ്റ് ഇങ്ങനെ പറയാണ്, വേറെ ഒന്നുമല്ല
അവന്റെ ബ്രെയിനിലുള്ള പല മെമ്മറീസും മറ്റൊന്നിന്റെ തലയിൽ കയറ്റി വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നതും ഇപ്പോൾ ഒരു 14 വർഷം മുന്നേ ഉള്ള ഒരു ഫ്ലാഷ് ബാക്ക് അങ്ങനെ കാണിക്കുകയാണ്. വത്തിനക്ക് എന്ന് പറഞ്ഞ ഇയാൾക്ക് ആ ഒരു വിഗ്രഹം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അയാളുടെ പ്രസന്റ് മെമ്മറിയും പഴയ മെമ്മറിയും ഒരുമിച്ചാവരുത്. അതുകൊണ്ട് തന്നെ പുതുതായിട്ട് ജനിക്കുന്ന ഒരു കുട്ടിയുടെ തലയിലേക്ക് ഇയാളുടെ മെമ്മറീസ് എല്ലാം കയറ്റി കഴിഞ്ഞാൽ ആ കുട്ടി ജനിച്ചതിന് ശേഷം അത് വളരുന്ന സമയത്ത് അവനാണ് വത്തിനക്ക് എന്നുള്ള രീതിയിൽ അവൻ ജീവിക്കാൻ തുടങ്ങും. അതുമല്ലാതെ വത്തിനക്ക് എന്ന് പറഞ്ഞ ഈ ഒരു ഡോക്ടറിന്റെ പഴയകാല മെമ്മറീസ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം അവന്റെ മൈൻഡിൽ വീണ്ടും വീണ്ടും വന്നു പോകും. അതുകൊണ്ട് ആ ഒരു മെമ്മറീസ് ഒന്നും ഒരിക്കലും നഷ്ടപ്പെടാൻ പോകുന്നില്ല. അതിനു വേണ്ടിയിട്ടാണ് ആ ഒരു ഡോക്ടർ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അതും ആ ഒരു ഡോക്ടർ ചെയ്തിട്ടുള്ളത് വേറെ ഏതൊരു കുഞ്ഞിന്റെയും ശരീരത്തല്ല, നമ്മുടെ സാമിന്റെ തലയ്ക്കുള്ളിലാണ്. അതുകൊണ്ടാണ് നമ്മുടെ സാമിനെ താനാണ് വത്തിനക്കെന്നും അതേപോലെ തന്നെ തന്റെ കഴിഞ്ഞ ജന്മങ്ങളിലെ ആ ഒരു കാര്യങ്ങളാണ് താൻ സ്വപ്നമായിട്ട് കാണുന്നതെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അവൻ ഇപ്പോൾ ആ ഒരു വിഗ്രഹം എടുക്കാനായിട്ട് നടക്കുന്നത്. അതേസമയം ഇവിടെ നമ്മൾ സാമിനെ കാണിക്കുമ്പോഴത്തേക്കും സാം ഇപ്പോൾ അടുത്ത ദിവസം ആ ഒരു മരത്തിന് ചുവട്ടിൽ നിന്നും കണ്ണു തുറന്ന് എഴുന്നേറ്റിട്ട് ആ ഒരു വിഗ്രഹം അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ താൻ കാണുന്ന സ്വപ്നങ്ങളെല്ലാം വെറുതെ ആണെന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം സാമിന്റെ അമ്മയാണെങ്കിലോ സാമിനെയും കൊണ്ട് ആ ഒരു ഡോക്ടറെ കാണാനായിട്ട് വരികയാണ്. അങ്ങനെ ലാബിലേക്ക് കൊണ്ടുപോയിട്ട് ആ ഒരു എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വരുമ്പോൾ നമ്മുടെ സാമു പറയും, ശരി എനിക്ക് ആ ഒരു ഡോക്ടർ വത്തിനക്കിനെ കാണണം എന്നിങ്ങനെ പറയുന്നതും അവള് ചോദിക്കും, അല്ല ഇതെങ്ങനെ നിനക്കറിയാം? അതൊക്കെ എനിക്കറിയാം, എനിക്ക് അദ്ദേഹത്തെ കാണണമെന്ന് പറയുമ്പോൾ ആ ഒരു സോഫി എന്ന് പറഞ്ഞ ഡോക്ടർ പറയും, ശരി അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ടാണ് നിന്റെ തലയിൽ ഈ ഒരു വയറെല്ലാം കടിപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു മെഷീൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സാം ഇപ്പോൾ അവന്റെ വീടിന്റെ കഥ ഇങ്ങനെ തുറന്നു പോവാണ്. അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഒരു വലിയ അമ്പലം പോലെ ബുദ്ധന്റെ ശില്പം ഇരിപ്പുണ്ട്. അതിന് മുന്നിലായിട്ട് ഡോക്ടർ വത്തിനെ കണ്ടല്ലോ, അയാൾ അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്നത് പോലെ. അപ്പോൾ നമ്മുടെ സാം അവിടേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഇവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ബുദ്ധന്റെ പ്രതിമ ഉണ്ടല്ലോ, അത് ഇതിന് മുന്നിലായിട്ട് ഇരിപ്പുണ്ട്. ഇത് കാണുന്നത് നമ്മുടെ സാമും അയാളോടൊപ്പം തന്നെ അവിടെ ചന്ദനക്കാലം പൂട്ടിയിട്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് അവൻ കണ്ണു തുറക്കുന്നതും അവൻ അടുത്തായിട്ട് തന്നെ ഒരു സ്ട്രെച്ചർ ബെഡില് നമ്മുടെ വത്തിനക്കിനെ മാസ്ക് എല്ലാം വെച്ചിട്ട് അവനെ അങ്ങനെ കിടത്തിയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ആ ഒരു എക്സ്പെരിമെന്റ് കഴിയുന്നതും നമ്മുടെ സാമിനാണെങ്കിലും ഇപ്പോൾ ശരീരം ഒട്ടും വയ്യ. അതുകൊണ്ട് തന്നെ ഒരു വീൽ ചെയറിൽ തള്ളിക്കൊണ്ടുവന്ന് അവൻ ഇപ്പോൾ ബെഡിലേക്ക് കിടത്തിയേക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാറയെ കാണിക്കുമ്പോഴത്തേക്കും അവൾക്ക് ഇപ്പോഴും അടങ്ങിയിരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ സാം നെറ്റിയിൽ വെച്ചിരുന്ന ആ ഒരു ചിപ്പ് ഉണ്ടല്ലോ, അതെടുത്ത് തുറക്കാൻ നോക്കുമ്പോഴത്തേക്കും അത് ഇപ്പോഴും ക്ലോസ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു അപ്പൂപ്പൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ അപ്പൂപ്പൻ പറയും, അല്ല ഇത് ഹാക്ക് ചെയ്താലേ ശരിയാകത്തുള്ളൂ എന്ന് പറയുമ്പോൾ അവൾ നേരെ അവളുടെ സഹോദരൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അത് ഹാക്ക് ചെയ്യാനായിട്ട് പറയുന്നതും അവനാണെങ്കിലും അത് ഹാക്ക് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ സാർ ആ ഒരു ചിപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിനുള്ളിലെ കാര്യം എന്താണെന്ന് ഇങ്ങനെ കാണുമ്പോഴത്തേക്കാണ് സാറ് എപ്പോഴും കാണുന്ന ആ ഒരു സമയത്ത് അവളോട് സംസാരിക്കുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം അതിലൂടെ അവൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാമിനോട് ചെറിയ ഇഷ്ടവും തോന്നി തുടങ്ങി. അതുകൊണ്ട് തന്നെ സാറ് നേരെ സാമിന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് അവൻ എവിടെയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇതേപോലെ ആ ഒരു ഡോക്ടറിന്റെ അടുത്ത് ഉള്ളതായിട്ട് പറയുകയും ചെയ്യുന്നു. അങ്ങനെ സാർ അവിടെ നിന്നും നേരെ ആ ഒരു ഡോക്ടറിന്റെ അടുത്തേക്ക് വരികയാണ്. നോക്കുമ്പോഴത്തേക്കും നമ്മുടെ വത്തനക്കിന്റെ അടുത്തായിട്ട് തന്നെ അവനെ അങ്ങനെ കിടത്തിയിട്ടുണ്ട്. അതുമല്ല ഇടയ്ക്കിടയ്ക്ക് ഇവരെ ആ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വത്തനക്കും അതേപോലെ തന്നെ സാമും ആ ഒരു ഡിജിറ്റൽ വേൾഡ് ഉണ്ടല്ലോ അതിനകത്ത് പെട്ടുപോയി. യഥാർത്ഥ ലോകത്ത് ഒരു കോമ സ്റ്റേജിൽ വേറെ ഒരു ശരീരമായിട്ടാണ് അവർ കിടക്കുന്നത്. അങ്ങനെ അവർ കാണുന്ന ആ ഒരു ലോകത്താണെങ്കിൽ നമ്മുടെ വത്തനക്കിന്റെ അടുത്തേക്ക് സാമു വന്നിരിക്കുന്നതും അവൻ എന്തുകൊണ്ടാണ് ആ ഒരു ചിപ്പ് ഇവന്റെ തലയിൽ വെച്ചെന്നുള്ള കാര്യമല്ല ഇവനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സാമിന്റെ ഈ ഒരു അവസ്ഥ കണ്ട സാറയാണെങ്കിലോ അവന്റെ കയ്യിലേക്ക് വന്ന് പിടിച്ചിട്ട്, സാം എനിക്ക് എന്തായാലും ആ ഒരു വിഗ്രഹവും വേണ്ട, വേറെ ഒന്നും വേണ്ട, നീ ഇങ്ങ് തിരിച്ചു വന്നാൽ മതി എന്നിങ്ങനെ പറയുമ്പോൾ ശബ്ദം കേട്ട നമ്മുടെ സാമാണെങ്കിലും വത്തനക്കിനോട് പറയും, ശരി ഞാനിപ്പോൾ തിരിച്ചു പോകാൻ പോകണമെന്ന് പറയുമ്പോൾ വത്തനക്ക് ഒരിക്കലും അതിനെ സമ്മതിക്കത്തില്ല. നീ ഇവിടെ നിന്ന് പോകണ്ട, നീ എന്നോടൊപ്പം തന്നെയാണ് ഉണ്ടായിരിക്കേണ്ടത്, കാരണം ഞാനാണ് നീയാണ് ഞാൻ എന്നെല്ലാം പറയുന്ന സമയത്താണ് നമ്മുടെ സാമിനിപ്പോ സാറയാണോ പ്രധാനം വത്തനക്കാണോ പ്രധാനം എന്നുള്ള ചിന്തയിൽ അവസാനം സാറയാണ് പ്രധാനം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് തിരിച്ചു വരുന്നത് പോലെ കാണിക്കുന്നതും പെട്ടെന്ന് നമ്മുടെ സാമിന് തലയെല്ലാം വേദനിക്കുന്നത് പോലെ ഇവിടെ ഈ ഒരു കമ്പ്യൂട്ടർ കാണിക്കുമ്പോഴത്തേക്കും ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഇത് കണ്ട് നമ്മുടെ ഡോക്ടർ ആണെങ്കിലും സാമിന്റെ കാര്യം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഓടി അവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഇത് കണ്ട നമ്മുടെ സാറയാണെങ്കിൽ ഇത് എത്രയും പെട്ടെന്ന് നിർത്തണമെന്നും പറഞ്ഞ് അവിടെ അടുത്തുള്ള ഒരു വയറുണ്ടല്ലോ അതങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും. പെട്ടെന്ന് അവൾക്ക് ഷോക്കായിട്ട് താഴേക്ക് വീഴുമ്പോൾ എല്ലാം ഇപ്പോൾ ബ്ലാക്ക് ആയിട്ട് കാണിക്കുകയാണ്. പിന്നീട് കാണിക്കുമ്പോഴത്തേക്കാണ് അവന്റെ തലയിൽ വെച്ചിരുന്ന ആ ഒരു വയറെല്ലാം വലിച്ചിളക്കി അവന് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ സാമിന് ഒരു കുഴപ്പമില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാമിനെ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്നും നേരെ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. ഇപ്പൊ അവർ താമസിക്കുന്നത് മറ്റൊരു സ്ഥലത്താണ്. അതുപോലെ നമ്മുടെ സാമാണെങ്കിൽ സാറേയും കൂടെ കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും നേരെ റൂമിനകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ റൂമിലുള്ള ഒരു കട്ടിലെ ഒരു ബോക്സ് ഇങ്ങനെ ഇരിക്കുന്നു. ഇതെടുത്ത് അഴിച്ചു നോക്കുമ്പോഴത്തേക്കാണ് എന്താണെന്ന് കാണിക്കുമ്പോൾ അകത്തിരിക്കുന്നത് ആ ഒരു ബുദ്ധന്റെ പ്രതിമയായിരുന്നു. അവിടെ വെച്ചിട്ട് ഈ ഒരു മൂവിയും അവസാനിക്കാണ്. ഇവിടെ ഈ ഒരു വടുവൻ ഡയറക്ടർ നമുക്ക് മനസ്സിലാക്കി തരാത്ത 1-2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആരാണ് ഈ ഒരു ബുദ്ധന്റെ പ്രതിമ ഇവിടേക്ക് കൊണ്ടുവച്ചത്, അതേപോലെ തന്നെ വത്തനക്ക് എന്ന് പറഞ്ഞ അയാള് അവിടെ വെച്ച് തീരുകയും ചെയ്തു. അതെന്തുകൊണ്ടാണ് ഇതിനൊന്നും കാരണം ഈ ഒരു മൂവിൽ പറയുന്നില്ല. പക്ഷെ ഇതുവരെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയെങ്കിൽ എന്തായാലും അഭിപ്രായം കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് വീണ്ടും വരാം. അതുവരയ്ക്കും ബൈ.